കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ കർണാടക SRTC അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് കർണാടക SRTC വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കോർപ്പറേഷൻ വഹിക്കുമെന്നും വകുപ്പുതല അന്വേഷണം നടത്തി കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക SRTC മാനേജിംഗ് ഡയറക്ടർ അക്രം പാഷ ബാസെ അറിയിച്ചു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് നിയന്ത്രണം തെറ്റി ബസ് കാത്തിരിക്കുന്നവരിലേക്കും ഓട്ടോറിക്ഷയിലും ഇടിച്ചു കയറി 6 പേർ മരണപ്പെടുവാനും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനുമിടയായ സംഭവത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണെന്ന് കർണാടക SRTC വ്യക്തമാക്കി. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കോർപ്പറേഷൻ വഹിക്കുമെന്നും വകുപ്പുതല അന്വേഷണം നടത്തി കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക SRTC മാനേജിംഗ് ഡയറക്ടർ അക്രം പാഷ ബാസെ അറിയിച്ചു. തലപ്പാടിയിലെ കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് പോകുകയായിരുന്ന കർണാടക SRTC ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ്സിനായി കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ബസ്സിനടിയിൽപ്പെട്ട 3 പേർക്കും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഈ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേരും മരണപ്പെടുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറായ അജിനടുക്ക കോട്ടേക്കാർ മുള്ളുഗദ്ദയിലെ ഹൈദർ, അജിനടുക്ക കോട്ടേക്കാർ സ്വദേശികളായ ഖദീജ, നഫീസ, ആയിഷ, ഫിദ, 11കാരിയായ ഹസ്ന, പറങ്കിപ്പേട്ടെ സ്വദേശിനി അവ്വമ്മ എന്നിവരാണ് മരണപ്പെട്ടത്. ബസ്സിനടിയിൽപ്പെട്ട് കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി, മകൻ സുരേന്ദ്ര എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ മംഗളൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടം വരുത്തിയ ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയാണ് സംഭവത്തിൽ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കർണാടക SRTC വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.